ഓണം സ്പെഷ്യൽ അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി 1/2 കിലോ അയല മീൻ വാങ്ങി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. ഈ മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോഴാണ് മീൻകറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 4 ടേബിൾ സ്പൂണ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ കോട്ടയംകാരൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് തോനെ ഒഴിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മക്കളെ. എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഈ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുനുകുനാരിഞ്ഞ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ 6 വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം ഇത് നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നമുക്ക് ഇത് ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഞാനിവിടെ 3 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ആ പച്ചമുളകിൻ്റെ പച്ചമണം കൂടി ഒന്ന് മാറട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയുടെയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, കളറും കിട്ടും, എരിവും ഉണ്ടാവില്ല. എരിവ് അധികം വേണ്ടവർക്ക് സാധാ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. മാറി ഇതിൽ നമുക്ക് മുളക് പൊടിയൊക്കെ വെന്ത് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. ഇപ്പം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ലേശം കുടംപുളി വെള്ളത്തിലിട്ടത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കഷ്ണമാണ് പിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി ഈ പുളിയും കൂടി ഒന്ന് വാടി വരട്ടെ. ഈ കുടംപുളി ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് വേണം ഇടാൻ. ചിലർ വെള്ളത്തിലിടാതെ പച്ചയോടെ ഇടും, കഴുകിയിട്ട് അപ്പം തന്നെ ഇടും. വെള്ളത്തിലിട്ടിട്ട് ഇടുകയാണെങ്കിൽ അത് കുതിർന്നിട്ട് ഒന്നുകൂടി ഒരു മയത്തിൽ വരും. നമ്മുടെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മീൻ വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ മക്കളെ. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയും വെള്ളവും ഒക്കെ പാടെ മിസ്സാവട്ടെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പുളിയും ഉപ്പൊക്കെ പാകത്തിനിട്ട് കൊടുക്കണേ. ഇത്രയും വറ്റിയാൽ പോരാ, ഇനിയും വറ്റി വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം.
ഒന്ന് നന്നായിട്ട് പിറക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെന്തതിന് ശേഷം ഇളക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കിപ്പോൾ ഇളക്കി ഈ മസാലയുടെ വെള്ളത്തിലൊക്കെ മീനൊന്ന് മുങ്ങി കിടന്ന് വെന്ത് വരട്ടെ. അപ്പം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായി വരും. ഇനി ഇതൊരു 5 മിനിറ്റ് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ മീൻ കറി 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ കുറച്ച് വേണം വെക്കാൻ. നമ്മൾ അടുപ്പത്തിൽ വെച്ചാലും സ്റ്റൗമ്മ വെച്ചാലും മൺചട്ടിയല്ലേ, അപ്പോൾ അത് നല്ല ചൂടുണ്ടാവും. നമ്മൾ സാധാരണ ചട്ടിയാകുമ്പോൾ വേഗം ചൂടാറും. ഈ ചട്ടി വേഗം ചൂടാറില്ല. അതുകൊണ്ട് തീ നല്ല മീഡിയം സൈഡിൽ കുറച്ച് വെച്ച് വേണം 10 മിനിറ്റ് വേവിച്ചെടുക്കാൻ. ഇപ്പം നമ്മളെ മീൻകറി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മീൻകറി കണ്ടില്ലേ മക്കളാ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് പരത്തി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഒന്നുകൂടി ഒരു മണം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല കൊഴുപ്പുണ്ട്, നല്ല കട്ടിയും നല്ല രസമുണ്ട് മീൻ, നല്ല മണമുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതാണ് കോട്ടയം സ്പെഷ്യൽ മീൻ കറി. എന്താ മണം! മക്കളെ ഇതേപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി കറിയാണ് മീൻ കറി. അയല മീൻ മാത്രം കൊണ്ടല്ല, എല്ലാ കഷ്ണ മീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.